ബ്രഹ്മഹത്യശാപം നിമിത്തം മണ്ണിൽ കപാലവുമേന്തി ഭിക്ഷാടനം ചെയ്യേണ്ടി വന്ന ശിവരൂപമാണ് ഭൈരവൻ. ദേവാദിദേവനാം മഹേശ്വരന്റെ അടിയും മുടിയും കാണാൻ വിഷ്ണുദേവനും ബ്രഹ്മാവും മത്സരിച്ചിറങ്ങി. മുകൾ ഭാഗം കണ്ടെത്താനായി ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു ഭഗവാൻ താഴേക്കും സഞ്ചരിച്ചു. ആകാശദേശം 7 കഴിഞ്ഞിട്ടും ശിവശിരസ് കാണാതെ ബ്രഹ്മാവ് തളർന്നു. ഈ സമയം മുകളിൽ നിന്നും ഒരു കൈതപ്പൂവ് താഴേക്ക് വീഴുന്നത് ബ്രഹ്മാവ് കണ്ടു. നല്ല ഭംഗിയുള്ള പൂവ് കണ്ട് ബ്രഹ്മാവ് അത് കയ്യിൽ കരുതി മടങ്ങി. മഹാവിഷ്ണുവും ലക്ഷ്യം പൂർത്തീകരിക്കാതെ തിരിച്ചെത്തി. വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനോട് ശിവശിരസ് കണ്ടെത്താനായോ എന്ന് ചോദിച്ചു. ഉടനെ ബ്രഹ്മാവ് കണ്ടെത്തിയെന്ന് നുണ പറഞ്ഞു. തെളിവിനായി കയ്യിൽ കരുതിയ കൈതപ്പൂവ് കാണിച്ചു. ബ്രഹ്മാവ് പറഞ്ഞത് സത്യമാണോ എന്ന് വിഷ്ണു ഭഗവാൻ കൈതപ്പൂവിനോട് ചോദിച്ചു. എന്നാൽ കൈതപ്പൂവും ബ്രഹ്മാവ് പറഞ്ഞതുപോലെ നുണ പറഞ്ഞു. ഇതിൽ കോപാകുലനായ ശിവൻ ബ്രഹ്മദേവന്റെ ഒരു ശിരസറുത്ത് ദൂരെ എറിഞ്ഞു. ബ്രഹ്മാവിനൊപ്പം ചേർന്ന് കളവ് പറഞ്ഞ കൈതപ്പൂവിനെ ഇനി ആരും നിന്നെ പൂജക്കെടുക്കാതിരിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഇതിൽ ദേഷ്യം വന്ന ബ്രഹ്മാവ് 12,000 സംവത്സരം തൻ്റെ കപാലവുമേന്തി മനുഷ്യലോകത്ത് ഭിക്ഷയാചിച്ച് നടക്കട്ടെ നീയെന്ന മഹാദേവനെ ശപിച്ചു. ബ്രഹ്മഹത്യ പാപം തീർക്കാൻ പരമേശ്വരൻ ഭൈരവ വേഷം ധരിച്ച് ബ്രഹ്മകപാലം ഭിക്ഷാപാത്രമാക്കി 12 കാലം ഭിക്ഷ തെണ്ടിയത്രേ. ഈ ഭിക്ഷാടന വേഷമാണ് ഭൈരവൻ തെയ്യം. ഭൈരവന് 8 ഭാവങ്ങളുണ്ടെന്നും അവയെ പുരസ്കരിച്ച് അഗ്നിഭൈരവൻ, ആദിഭൈരവൻ, യോഗി-ഭൈരവൻ, കാലഭൈരവൻ, കങ്കാളഭൈരവൻ, ശാക്തേയ-ഭൈരവൻ, ഈശ്വര-ഭൈരവൻ, കപാല-ഭൈരവൻ എന്നിങ്ങനെ അഷ്ടഭൈരവന്മാരുണ്ടെന്നും വിശ്വസിക്കുന്നു. മന്ത്രമൂർത്തി വിഭാഗത്തിൽപ്പെടുന്ന ഉഗ്രമൂർത്തിയാണ് ഭൈരവൻ തെയ്യം. മന്ത്ര തന്ത്ര വിദഗ്ധരായ മലയ കനലാടിമാരാണ് ഈ കോലം കെട്ടിയാടുന്നത്.
ധന്യമായിട്ട് രാജാവിന്റെ അടുത്ത് ഹോമത്തിൽ ഒരു കൊള്ളി ഹോമം പിഴക്കല്ല വിടാ, മന്ത്രത്തിൽ ഒരു മണി മന്ത്രം പിഴക്കല്ല വിടാ. ഒന്ന് 1000 കൊള്ളി പിലാവര കൂട്ടി ഹോമത്തെ കൊടുത്തു. ഹോമത്തിൽ ഒരു കൊള്ളി ഹോമം പിഴച്ചു വിടാ, മന്ത്രത്തിൽ ഒരു മണി മന്ത്രം പിഴച്ചു വിടാ. അതെ, ഒന്ന് കതിരത്ത് രാജാവിന്റെ നേർ മരുമകനെ പിടിച്ച് ഹോമകുണ്ടത്തിങ്കലിട്ടു. വെളുങ്ങനെ എന്റെ കാളകാട്ട് മണ്ഡപമുമ്പേ കാളകാട്ട് മണ്ഡപം മുമ്പേതമായിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആ കാലത്തിങ്കൽ അല്ലേ, മേലേ മാടത്തിങ്കൽ തീക്കൊട്ടയും അല്ലെ ചൂരപ്പൂർവമായിട്ട് എന്റെ കാളകാട്ട് കരിങ്കുട്ടിയും ഇഴേ മാടത്തിങ്കൽ വിഷക്കൊട്ടയും ചൂരക്കോലുമായി ഞാനും നിലനിന്നു. അല്ലേ, അന്ന് എന്റെ കാളകാട്ട് മന്ത്രവാദി ഇരിക്കൂർ നഗരമുമ്പേതുമായിട്ട് കൈയെടുത്തു. വ്യാഹമായിരിക്കുന്ന വസ്തുവാണ് അല്ലേ, എങ്കിലും അനേകം കാലമായില്ലേ മൊഴികളൊക്കെ കേട്ടിട്ടല്ലേ. അന്ന് ഇരിക്കൂർ നഗരം മുമ്പേതുമായിട്ട് എന്റെ കാളകാട്ട മന്ത്രവാദി കൈയെടുത്തു അല്ലേ. അന്ന് ഇരിക്കൂർ നഗരം ഒരു മൊഴി വിശേഷിച്ചു. കാളയതാ പോന്ന് കയറുകാലിട്ട് കൊള്ളുക എന്നൊരു മൊഴിയുണ്ടായി അല്ലേ. എന്നോ മലവെള്ളം പോലെ ദുഃഖിച്ചാണ് എന്റെ കാളകാട് മന്ത്രവാദി അല്ലേ. ഇത്രയും ബലവീരമുള്ള ദൈവോധന്മാർ എന്റെ മന്ത്രശാലയിലുണ്ടെങ്കിൽ ഇതിനൊരു പകരം ചോദിക്കണം എന്റെ ദൈവോധന്മാരെ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു അല്ലേ. എന്നോ എന്റെ കാളകാട്ട് മന്ത്രവാദികളായിരിക്കുന്ന ആ പ്രാർത്ഥന കൊണ്ട് അല്ലേ, ആ തീക്കൊട്ടയും ചൂരക്കോലുമായിട്ട് കാളകാട്ട് കരിങ്കുട്ടിയും വിഷക്കൊട്ടയും ചൂരക്കോലുമായി ഞാനും അങ്ങനെ ഇരിക്കൂർ നഗരം മുമ്പേതുമായി കൈയെടുത്തു അല്ലേ. ഒന്ന് ഇരിക്കൂർ നഗരത്തെ പിടിച്ച് ഇരിക്കൂർ ചാലിൽ ചവിട്ടിച്ചാലിൽ വട്ടം വെച്ചു വന്നോ അല്ലേ വേണുരാമേ അല്ലേ. അന്ന് ചെമ്മണ്ണും തീപ്പുകയാക്കി അല്ലേ. ശേഷിച്ചിരിക്കുന്ന എന്റെ ഇരിക്കൂർ നഗരത്തെ പിടിച്ച് എന്റെ മുൻപിലുള്ളതായിരിക്കുന്ന കാളകാട്ട് മന്ത്രവാദിയുടെ തൃപ്പാദത്തിങ്കൽ അല്ലേ 8, 16, 32 എന്ന പ്രകാരത്തിങ്കൽ ദണ്ഡ നമസ്കാരത്തെ ചെയ്യിച്ചുവല്ലോ അല്ലേ. വയനുകാമേ